എന്നാൽ ലേഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പം അതിഥിയെ എത്തിയിരിക്കുന്നത് എഴുത്തുകാരിയും KPCC സാംസ്കാരിക സാഹിതി ജനറൽ സെക്രട്ടറിയുമായ MA ഷഹനാസ് ആണ്. നമുക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ശ്രീമതി ഷഹനാസ്, ഗുഡ് മോർണിംഗ്. സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഓക്കെ, ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി ബന്ധപ്പെട്ടുള്ള വിഷയവും അങ്ങയുടെ ഒരു പ്രതികരണവും ഒക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പരാതി വന്നു. ഈ പരാതി വരുന്നതിന് മുൻപ് തന്നെ ആരോപണങ്ങളും ഈ ഫോൺ സംഭാഷണങ്ങളും ഒക്കെയും പുറത്തു വന്നതാണല്ലോ. അപ്പോൾ അന്നും വലിയ ചർച്ചയൊക്കെ ഉണ്ടായി. ഇപ്പോൾ പരാതി വന്നു. ഈ ഘട്ടങ്ങളിലൊക്കെയും നേതാക്കളൊക്കെയും തീർത്തിരുന്ന ഒരു പ്രതിരോധം പാർട്ടിക്ക് മുന്നിൽ ഒരു പരാതിയും വന്നിട്ടില്ല എന്നായിരുന്നു. രാഹുലിനെതിരെ ഒരു പരാതിയും പാർട്ടിക്ക് മുന്നിൽ വന്നിട്ടില്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നലത്തെ അങ്ങയുടെ തുറന്നു പറച്ചിൽ നിന്ന് മനസ്സിലാവുന്നത് അങ്ങനെയല്ല. പാർട്ടിക്ക് മുന്നിൽ പരാതികൾ വന്നിരുന്നു. അത് ബോധപൂർവം പലരും വിസ്മരിച്ചതാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം. ഇപ്പോൾ ഈ ഒരു തുറന്നു പറച്ചിലിന് പിന്നാലെ അത് സജീവമായി ചർച്ച ചെയ്യപ്പെട്ടു. ഈ രാഷ്ട്രീയ കേരളം മുഴുവൻ അങ്ങയുടെ വാക്കുകൾ കേട്ടു, ശ്രവിച്ചു, കണ്ടു. അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ ഈ കോഴിക്കോട് സാംസ്കാരിക സാഹിതിയുടെ ഗ്രൂപ്പിൽ നിന്ന്, കോഴിക്കോട് ജില്ലാ ഗ്രൂപ്പിൽ നിന്നും അങ്ങേ പുറത്താക്കി അങ്ങയുടെ പേര് നീക്കം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ അതായത് ഒരു ലൈംഗിക വേട്ടക്കാരനെ ആ പാർട്ടി ഇപ്പോഴും സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ ചിലരൊക്കെ ഇപ്പോഴും സംരക്ഷിക്കുന്നു. അയാൾക്കെതിരെ ശബ്ദം ഉയർത്തുന്നവരെയൊക്കെയും ആ വായടപ്പിക്കാൻ നീക്കം നടക്കുന്നു എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്താണ് അങ്ങയുടെ ഈ വിഷയത്തിലെ വിശദീകരണം? അതിൽ നിന്ന് തുടങ്ങാം നമുക്ക്. അല്ല, ഞാന് ഈ വിഷയത്തില് ഞാന് പരാതിയായിട്ടൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പരാതി അല്ലാതെ തന്നെ മുന്നോട്ട് പോയിരുന്നത്. എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ. പരാതിയായിട്ടല്ല ഞാൻ ഇത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന അന്നത്തെ MLA-യോട് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എനിക്കുണ്ടായ അനുഭവം, സമാന അനുഭവമുള്ള യൂത്ത് കോൺഗ്രസിന്റെ, മഹിളാ കോൺഗ്രസിന്റെ ഒക്കെ ആളുകൾ എന്നോട് സംസാരിച്ചതിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇതുപോലൊരു വ്യക്തി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയാൽ അതിൽ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് കടന്നു വരാൻ ബുദ്ധിമുട്ടായിരിക്കും, ഒരുപാട് പെൺകുട്ടികൾ ഇതിൽ കടന്നു വരേണ്ടതാണ് എന്ന ഒരു മെസ്സേജാണ് ഞാൻ അയച്ചത്. അതിന് അന്ന് മറുപടി ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, കുറച്ച് കാലമായിട്ട് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചുള്ള ഒരു ഇഷ്യൂസും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ഞാൻ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് 2 പെൺകുട്ടികൾ പരാതിയുമായിട്ട് വന്നത്. ആ പരാതിയുമായിട്ട് വന്ന പെൺകുട്ടികളെ തന്നെ സോഷ്യൽ മീഡിയ അടക്കമുള്ള ഇടങ്ങളിൽ വളരെ ക്രൂരമായിട്ട് ആക്രമിക്കുന്നതും മോശപ്പെടുത്തുന്നതും ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇതിനൊക്കെ ഉത്തരവാദി ഈ പെൺകുട്ടികളെ ഇങ്ങനെ ബലാത്സംഗത്തിന് ഇരയാക്കാൻ വിട്ടുകൊടുത്തതിൽ ചില ആളുകൾക്കെങ്കിലും ഉത്തരവാദിത്തം ഇല്ലേ എന്ന് ഞാൻ എന്റെ മനസാക്ഷിയോട് ചോദിച്ചപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതാണ്. അത് ഇന്നലെ തന്നെ മാധ്യമങ്ങളോട് ശ്രീ ഷാഫി പറമ്പിൽ MP നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം കൊടുക്കുന്നില്ല. അപ്പോൾ അത് ശരിയല്ല, തെറ്റാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നതിന് കൃത്യമായ വ്യക്തമായ ഒരു ധാരണ എനിക്കുള്ളത് കൊണ്ടാണ് ഞാനത് തുറന്നെഴുതിയത്. കാരണം 23 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളെ ഒക്കെ ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ അദ്ദേഹം ലൈംഗികമായി പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ബലാത്സംഗത്തിന് ഇരയാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര പേര് പറയാതെ മറച്ചു പിടിച്ച് നിൽക്കുന്ന ഇതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ശ്രീമതി ഷഹനാസ്, ഇതിപ്പം മഹിളാ കോൺഗ്രസിൽ അടക്കം പ്രായമേറെയുള്ളവർക്കും ഇത്തരത്തിൽ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണല്ലോ. അപ്പോൾ ഈ മറ്റാരെങ്കിലും ഒക്കെ സമാനമായ രീതിയിൽ പരാതിയുമായിട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുമോ? ഈ KPCC-ക്ക് മുന്നിൽ മറ്റാരെങ്കിലും പരാതിപ്പെടുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? കോൺഗ്രസിനകത്ത് പരാതിപ്പെട്ടിട്ട് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പരാതിയുമായിട്ട് കോൺഗ്രസിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രത്യയ ശാസ്ത്രത്തിൽ നിന്ന് അതിന്റെ പദവികളൊക്കെയുള്ള ഒരു സ്ത്രീയും പരാതിപ്പെടാൻ വരില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനപ്പുറം, അതായത് ഒരു മെസ്സേജ് അയച്ച് ഉപദ്രവിക്കുന്നതിനപ്പുറം ഒരു പെൺകുട്ടിയെ മാനസികവും ശാരീരികവുമായിട്ട് ട്രോമയിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവർ മിണ്ടാതിരിക്കുന്നത് സങ്കടകരമായ അവസ്ഥയാണ്. അപ്പൊ അവർ പരാതിയുമായിട്ട് മുന്നോട്ട് വരണം എന്നുള്ളത് കൊണ്ടാണ് ഞാനൊക്കെ പോസ്റ്റ് ഇടുന്നത്. ഒരു ധൈര്യം ആ കുട്ടികൾക്കൊക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.